ഇന്ന് നമുക്ക് പെട്ടെന്ന് പിസ്സ തയ്യാറാക്കാൻ വേണ്ടി പിസ്സയുടെ ബേസ് നേരത്തെ തന്നെ എങ്ങനെ ഉണ്ടാക്കി വെക്കാം, അതുപോലെ ആ ബേസ് ഉപയോഗിച്ച് പിന്നീട് എങ്ങനെ പിസ്സ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഇതിനു വേണ്ടി 2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ്, ഡ്രൈ ഈസ്റ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഒരു 10 മിനിറ്റ് ഇളം ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതിന് ശേഷം വേണം മൈദയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇനി 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ റവ, 1 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതിലേക്ക് ഇളം ചൂടുവെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കണം. കൂടെ 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഒലീവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഉപയോഗിച്ചാൽ മതി. 3/4 കപ്പ് വെള്ളമാണ് ഞാൻ ഉപയോഗിച്ചത്. കയ്യിൽ ചെറിയ രീതിയിൽ ഒട്ടുന്ന ഒരു പാകത്തിനാവും മാവ്. ഇനി ഇത് ഒരു 2 മിനിറ്റ് ഒന്ന് കുഴച്ചെടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കുമ്പോൾ കുറച്ച് മൈദപ്പൊടി ഒന്ന് വെതറി കൊടുത്ത് കുഴച്ചെടുത്താൽ മതി. ഇനി പാത്രത്തിലും മാവിൻ്റെ മുകളിലും കുറച്ച് ഓയിലൊന്ന് തടവി ഇതൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മാവ് ഡബിൾ സൈസായി പൊങ്ങി വരുന്നത് വരെ വെക്കണം. മുകളിൽ നനഞ്ഞൊരു തുണി ഇട്ട് കൊടുക്കാം. തുണി മാവിൽ തട്ടാതെ നോക്കണം. മാവ് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് കുഴച്ച് 4 പീസാക്കി ഓരോന്നും പരത്തിയെടുക്കാം. ഈ ഒരു കനത്തിൽ പരത്തിയെടുത്താൽ മതി. ഇതൊന്ന് റൗണ്ട് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ ഒരു പാത്രമോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതുപോലൊന്ന് ചെയ്താൽ മതി. ഇനി ഇതൊരു ഫോർക്ക് കൊണ്ട് ഇതുപോലൊന്ന് കുത്തി കൊടുക്കണം, അല്ലെങ്കിൽ ഒന്നിച്ച് പൊള്ളച്ചു വരും. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ തീ ലോ ഫ്ലെയിമിലിട്ട് ഒരു ബട്ടർ പേപ്പർ റൗണ്ടിലൊന്ന് കട്ട് ചെയ്ത് ചട്ടിയിൽ വെച്ച് കൊടുക്കാം. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ സാധാ വൈറ്റ് പേപ്പർ ആയാലും മതി. ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് പേപ്പറിന് മുകളിൽ പിസ്സ ബേസ് വെച്ച് കൊടുക്കണം. ഇനി ഇത് അടച്ചു വെച്ച് കറക്റ്റ് 2 മിനിറ്റ് ആകുമ്പോൾ മറിച്ചിട്ട് അടച്ചു വെച്ച് 2 മിനിറ്റ് കൂടി വേവിച്ചെടുക്കണം. ബാക്കി കൂടെ ഇതുപോലെ വേവിച്ചെടുക്കാം. ഇനി 3-4 ദിവസം വരെ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമുക്കിത് വെച്ചിട്ടൊന്ന് പിസ്സ ഉണ്ടാക്കി നോക്കാം. ഒരു ബട്ടർ പേപ്പറിന് മുകളിൽ കുറച്ച് നെയ്യോ ബട്ടറോ പുരട്ടി പിസ്സ ബേസ് വെച്ച് കൊടുക്കണം. മുകളിൽ കുറച്ച് പിസ്സ സോസ് തേച്ച് കൊടുക്കാം. പിസ്സ സോസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറുതായി അരിഞ്ഞ ക്യാപ്സിക്കം, ക്യാരറ്റ്, സവാള, തക്കാളി, പൈനാപ്പിൾ, പിന്നെ മൊസറല്ല ചീസ്, ഒരൽപ്പം ഒറിഗാനോ, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്. ഇനി ഒരു പാൻ ചൂടാക്കി
ലോ ഫ്ലെയിമിൽ വെച്ച് പിസ വെച്ച് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ പിസ റെഡിയായി വരും. പിസയിലുള്ള ചീസ് ഉരുകി വരുന്നത് വരെയാണ് നമ്മളിത് വേവിക്കേണ്ടത്. ഓവനിൽ വെച്ചിട്ടും ഇതുപോലെ വേവിച്ചെടുക്കാം. അതുപോലെ പ്രീ ഹീറ്റ് ചെയ്തെടുത്തൊരു പാത്രത്തിൽ ഒരു സ്റ്റാൻഡ് വെച്ച് അതിന് മുകളിൽ വെച്ചിട്ട് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുത്താലും മതി. ഇതുപോലെ ബേസ് തയ്യാറാക്കി വെച്ചാൽ കുട്ടികൾക്കൊക്കെ നമുക്ക് പെട്ടെന്ന് പിസ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.